മെസ്സിയും റൊണാൾഡോയും നെയ്മറും എംബാപ്പയുമൊക്കെയുള്ള ലോകകപ്പ് നോവൽ ഒരുക്കി ഒരു മലപ്പുറത്തുകാരൻ. കളിപ്പന്തിനെ ആത്മാവിനേക്കാൾ സ്നേഹിക്കുന്ന മലപ്പുറത്ത് നിന്ന് 3 ഭാഷകളിലായാണ് നോവൽ പുറത്തിറങ്ങുന്നത്. അധ്യാപകനും മാധ്യമപ്രവർത്തകനുമായ തിരൂരിനടുത്ത മംഗലം ചേന്തര സ്വദേശി റിഫ ഷെലീസ് ആണ് നോവലിന്റെ രചയിതാവ്. ഇത്തിരി വലുതെങ്കിലും ആകർഷകമാണ് നോവലിന്റെ പേര്. ഖനീസ ഷോപ്പ് നമ്പർ 13A, സൂഖ് വാക്കിഫ്. ഖത്തർ ലോകകപ്പ് ഫുട്ബോൾ പശ്ചാത്തലത്തിലാണ് റിഫയുടെ നോവൽ പിറവിയെടുത്തിരിക്കുന്നത്. മലയാളം, ഇംഗ്ലീഷ്, അറബി എന്നീ 3 ഭാഷകളിലും ഓഡിയോ വീഡിയോ രൂപത്തിലുമാണ് നോവൽ ഇറങ്ങുന്നത്. ലോകകപ്പിന്റെ ആവേശം പകർന്ന 32 ദിവസങ്ങളിലൂടെ യാത്ര ചെയ്ത് അത്രയും അധ്യായങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് നോവൽ എഴുതിയിട്ടുള്ളത്. ഖത്തർ വേൾഡ് കപ്പിനെ ബേസ് ചെയ്തിട്ടാണ് ഈ നോവൽ എഴുതിയിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ വർഷം ഖത്തർ ലോകകപ്പ് കാണാൻ വേണ്ടിയിട്ട് 1 മാസം അവിടെ പോയിരുന്നു. അപ്പോൾ അവിടുത്തെ അനുഭവങ്ങളും അതേപോലെ തന്നെ അവിടെ കണ്ടിട്ടുള്ള നിരവധിയായിട്ടുള്ള മനുഷ്യരെയൊക്കെ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു നോവലാണ്. ഇതിൽ ജീവിച്ചിരിക്കുന്നതും അതേപോലെ തന്നെ സാങ്കല്പികമായിട്ടുള്ള 100-ലേറെ കഥാപാത്രങ്ങൾ പല അധ്യായങ്ങളിലൂടെ കടന്നു വരുന്നുണ്ട്. ഈ 32 ടീമുകളാണല്ലോ വേൾഡ് കപ്പിൽ കളിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഒരു നോവലിൽ 32 അധ്യായങ്ങളാണ് ഉൾക്കൊള്ളിച്ചുള്ളത്. ഭിന്നശേഷിക്കാരെ ചേർത്ത് പിടിച്ചതിലൂടെ ഖത്തർ ലോകകപ്പ് മുന്നോട്ട് വെച്ച മാനവിക മൂല്യങ്ങൾ ഊന്നിയാണ് നോവൽ മുന്നോട്ടു പോകുന്നത്. സർവോപരിയായിട്ട് ഖത്തർ ലോകകപ്പ് ഉയർത്തിപ്പിടിച്ചിട്ടുള്ള മാനവിക മൂല്യം, അതായത് ഭിന്നശേഷിക്കാരുടെ കൂടെ നിൽക്കുക, അതിനെ ആ മെയിൻ തീമിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ നോവൽ ചിത്രീകരിച്ചിട്ടുള്ളത്. സെവൻസ് ഫുട്ബോളിൽ സജീവമായിരുന്ന മലപ്പുറത്തെ ഒരു ചെറുപ്പക്കാരന് അപ്രതീക്ഷിതമായുണ്ടായ പരിക്കിനെ തുടർന്ന് കളിക്കളത്തിൽ നിന്നും വിട്ടുനിൽക്കേണ്ടി വന്നു. എങ്കിലും തന്റെ ഇച്ഛാശക്തിയും ഫുട്ബോളിനോടുള്ള അഭിനിവേശവും കൊണ്ട് ഫുട്ബോൾ രംഗത്തെ വ്ളോഗറായി മാറുന്നു. സെവൻസ് മൈതാനത്ത് നിന്നും ഖത്തറിലെത്തുന്ന വ്ളോഗറുടെ കാഴ്ചയിലൂടെയാണ് നോവൽ വികസിക്കുന്നത്. മലപ്പുറത്തെ ഒരു സെവൻസ് ഫുട്ബോൾ താരം, അദ്ദേഹം നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ അപ്രതീക്ഷിതമായിട്ട് കളിക്കളത്തിൽ പരിക്ക് പറ്റുകയാണ്. പരിക്ക് പറ്റിയ ശേഷം പിന്നെ അദ്ദേഹത്തിന് ഫുട്ബോളിനുള്ള അഭിനിവേശം കൊണ്ട് ഫുട്ബോൾ വ്ളോഗിങ്ങിലേക്ക്, പ്രത്യേകിച്ച് സെവൻസ് ഫുട്ബോൾ വ്ളോഗിങ്ങിലേക്ക് അദ്ദേഹം കടക്കുകയാണ്. അങ്ങനെയുള്ള ഒരു കഥാപാത്രം ഖത്തറിലെത്തുമ്പോൾ അവിടെ കാണുന്ന കാഴ്ചകളും ആ കാഴ്ചകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു നോവലാണ് ഇതിൽ പറയുന്നത്. അദ്ദേഹം അവിടെ എത്തിയ ശേഷം ഒരു സിറിയൻ പെൺകുട്ടിയെ ഖത്തർ യൂണിവേഴ്സിറ്റിയിലെ സോഷ്യൽ വർക്കർ ബിരുദാനന്തര ബിരുദം ചെയ്യുന്ന വിദ്യാർത്ഥിയായിട്ടാണ് അത് ഒരു കഥാപാത്രത്തിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. അവർക്കിടയിലുണ്ടാകുന്ന സംഭാഷണങ്ങളും ചർച്ചകളും ഒക്കെ ഈ നോവലിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. തിരൂരിനടുത്തുള്ള പുതുപ്പള്ളി ശാസ്ത ALP സ്കൂളിലെ അധ്യാപകനാണ് റിഫ ഷെലീസ് ചേന്നര. വീഡിയോ രൂപത്തിലുള്ള നോവലിൽ ഗ്രന്ഥകാരൻ ഖത്തറിൽ നിന്നും പകർത്തിയ ദൃശ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അച്ചടി രൂപത്തിൽ പുറത്തെത്തുന്ന റിഫയുടെ ആദ്യ നോവലാണ് ഖനീസ. നോവലിന്റെ പ്രകാശനം ഖത്തറിൽ നടക്കും. 3 ഷോർട്ട് ഫിലിമുകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. 2012 മികച്ച ഡോക്യുമെന്ററി സംവിധായകനുള്ള കേരള കലാമണ്ഡലം അവാർഡ് കരസ്ഥമാക്കിയിട്ടുമുണ്ട്. ചേന്നര പെരുന്തുരുത്തിയിലെ റിട്ടയർഡ് പ്രഥമാധ്യാപകരായ CP സൈനുദ്ദീന്റെയും P ഫാത്തിമയുടെയും മകനാണ് റിഫ ഷെലീസ്. ആലത്തിയൂർ KHM ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയായ ഫിദ ഭാര്യയും ഈല സെയിൻ മകനുമാണ്. റസൽ ഷിറാസ് പൊന്നാനി MES കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ രജുൽ ഷാനിസ് എന്നിവർ സഹോദരങ്ങളാണ്. എഡിറ്റർ ലൈവ്, തിരൂർ.